രാമായണത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട കഥാപാത്രം ആരാണ്? ഈ ചോദ്യത്തിന് മിക്കവരും പറയുന്ന ഒരേയൊരു പേര് മന്ദര. എന്നാൽ മന്ദര ആരായിരുന്നു? അവൾ ജന്മനാ ദുഷ്ടയായിരുന്നോ? അതോ വിധിയുടെ ഉപകരണം മാത്രമായിരുന്നോ? വരൂ, മന്ദരയുടെ യഥാർത്ഥ കഥ അറിയാം. അയോധ്യയിലെ രാജാവായ ദശരഥന്റെ ഭാര്യയായ കൈകേയിയുടെ ബാല്യകാലം മുതൽ കൂടെയുണ്ടായിരുന്ന വിശ്വസ്ത ദാസിയായിരുന്നു മന്ദര. ചില രാമായണ പാരമ്പര്യങ്ങളിൽ അവളെ കൂനുള്ള സ്ത്രീയായാണ് വിവരിക്കുന്നത്. കൈകേയിയോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ് അവൾ എപ്പോഴും രാജ്ഞിയുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്. ഒരു ദിവസം അയോധ്യ മുഴുവൻ ആഘോഷത്തിലായിരുന്നു. കാരണം ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥൻ തീരുമാനിച്ചിരുന്നു. നഗരം മുഴുവൻ അലങ്കരിക്കപ്പെട്ടു. ജനങ്ങൾ ആഹ്ലാദത്തിലായി. ഈ വാർത്ത അറിഞ്ഞ മന്ദര ആദ്യം ആശ്ചര്യപ്പെട്ടു. പിന്നീട് അവൾ ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു. രാമൻ രാജാവായാൽ കൈകേയിയുടെ സ്ഥാനം കുറയില്ലേ? ഭരതൻ അവഗണിക്കപ്പെടില്ലേ? ഈ ആശങ്കയോടെയാണ് അവൾ കൈകേയിയുടെ അടുത്തെത്തിയത്. ആദ്യം കൈകേയിക്ക് സന്തോഷമായിരുന്നു. രാമനെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചിരുന്ന കൈകേയി ഈ വാർത്ത കേട്ട് ആഹ്ലാദിച്ചു. എന്നാൽ മന്ദര തുടർച്ചയായി കൈകേയിയെ സ്വാധീനിക്കാൻ തുടങ്ങി. ഇന്ന് രാമൻ രാജാവായാൽ നാളെ കൗസല്യയാണ് രാജമാതാവ്. ഭരതന് അർഹമായ സ്ഥാനം ലഭിക്കുമോ എന്നിങ്ങനെ അവൾ ചോദിച്ചു. ഈ വാക്കുകൾ പതിയെ കൈകേയിയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് വിതച്ചു. അപ്പോഴാണ് മന്ദര കൈകേയിയെ പഴയൊരു സംഭവത്തെ ഓർമ്മിപ്പിച്ചത്. ഒരിക്കൽ ദേവാസുര യുദ്ധത്തിൽ ദശരഥന്റെ ജീവൻ രക്ഷിച്ചത് കൈകേയിയായിരുന്നു. അതിന് പ്രതിഫലമായി ദശരഥൻ അവൾക്ക് 2 വരങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ആ വരങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നില്ല. മന്ദര പറഞ്ഞു, ഇപ്പോൾ ആ 2 വരങ്ങൾ ചോദിക്കേണ്ട സമയമാണ്. അവളുടെ നിർദ്ദേശപ്രകാരം കൈകേയി 2 വരങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്നാമത്തേത് ഭരതനെ യുവരാജാവാക്കണം. രണ്ടാമത്തേത് രാമനെ 14 വർഷത്തേക്ക് വനവാസത്തിന് അയക്കണം. ദശരഥൻ ദുഃഖത്തിൽ തകർന്നുപോയി. പക്ഷെ നൽകിയ വാക്ക് പാലിക്കാതെ വഴിയില്ലായിരുന്നു. ശ്രീരാമൻ പിതാവിന്റെ വാക്കിനെ മാനിച്ച് സന്തോഷത്തോടെ വനവാസം സ്വീകരിച്ചു. സീതയും ലക്ഷ്മണനും അദ്ദേഹത്തോടൊപ്പം പോയി. ഇവിടെയാണ് ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മന്ദരയുടെ പ്രവൃത്തി ധാർമ്മികമായി ശരിയായിരുന്നില്ല. അവളുടെ വാക്കുകൾ വലിയ ദുഃഖങ്ങൾക്ക് കാരണമായി. എന്നാൽ അതേ സംഭവത്തിലൂടെയാണ് രാമന്റെ വനവാസവും രാവണവധവും സീതയുടെ മോചനവും അവസാനം ധർമ്മത്തിന്റെ വിജയവും സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ചില ആചാര്യന്മാർ പറയുന്നത് മന്ദര തന്റെ വ്യക്തിപരമായ ചിന്തകളാൽ പ്രവർത്തിച്ചെങ്കിലും അവളുടെ പ്രവർത്തനവും ഒടുവിൽ ദൈവീക പദ്ധതിയുടെ ഭാഗമായി തീർന്നു എന്നാണ്. അതുകൊണ്ട് മന്ദരയെ ഒരു വില്ലത്തി എന്ന നിലയിൽ മാത്രം കാണാതെ രാമായണത്തിന്റെ ഗതി മാറ്റിയ ഒരു പ്രധാന കഥാപാത്രമായും കാണേണ്ടതുണ്ട്. രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. ഒരു ചെറിയ ഉപദേശം പോലും ജീവിതത്തിന്റെ ദിശ മാറ്റാം. അതുകൊണ്ട് ആരുടെ വാക്കാണ് നാം കേൾക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്.